ഹായ് ഓൾ, ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഉമ്മാടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്റ്റൈല് ചെമ്മീൻ കറിയാണ്. ഞാനപ്പോൾ ഇന്നലെ പോയി ആനപ്പുഴ കോട്ടയിൽ നിന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ച് നന്നാക്കി കൊണ്ടുവന്നിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് വെച്ചേക്കണം ഐസ് മാറാൻ വേണ്ടിയിട്ട്. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല, തേങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇനി ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മ തൊലി കളഞ്ഞിട്ടുണ്ട് തക്കാളി അതിലോട്ട് ഇടാറ്. ഇത് ഞങ്ങളുടെ മീൻകറി ഉണ്ടാക്കുന്ന കലമാണ്. കലം നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യമുള്ളത് ഇടാൻ വേണ്ടിയിട്ട് ഉപ്പ് തപ്പിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഉപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ ഉപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കൊടുത്തു. ഇനി നമ്മൾ എന്താ പറയുക, തക്കാളി നന്നായി ചെറുതാക്കി അരിയുക. അതുപോലെ പച്ചമുളക് രണ്ടാക്കുക. ഇഞ്ചി കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി അരിയുക കേട്ടോ. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മ തക്കാളി അരിഞ്ഞു പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മളിത് കലത്തിലോട്ട് ഇടുകയാണ്. പച്ചമുളക് രണ്ടാക്കി അരിഞ്ഞാൽ മതി, വളരെ ചെറുതാക്കി അരിയണമെന്നില്ല. ഇഞ്ചി നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി അരിയുക. കലത്തിലിട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ കൂടെയുള്ള പൊടി, മസാലപ്പൊടി എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞങ്ങൾ വീട്ടിൽ എരിവ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് എരിവ് അനുസരിച്ച് എടുത്തോ. ഒരു ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്തോളൂ. പിന്നെ ഉപ്പ്, അതും 2 ടേബിൾ സ്പൂണാണ്. അങ്ങനെ ഇത് നന്നായി ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കുക. അപ്പോൾ നന്നായി വരട്ടിയെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ഉടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് പാല് കുറച്ചിച്ചായിട്ട് പാൽ ഒഴിക്കുക. ഒരുമിച്ച് ഒഴിക്കാതെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മൊത്തമായിട്ട് അതിലോട്ട് പാൽ ഒഴിക്കാം. തേങ്ങയിട്ട ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറി വീട്ടിൽ 2 തരത്തിലുണ്ടാക്കും. തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കും, വറുത്തരച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ്. അങ്ങനെ നമ്മൾ കറിക്കുള്ള മിക്സ് റെഡിയാണ്. ഇനിയെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു, ഐസായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നായി വാഷ് ചെയ്തെടുത്ത് ഇവർ നന്നാക്കി തരുമ്പോൾ, നമ്മൾ വാങ്ങിക്കുന്ന മീൻ സ്ഥലത്ത് നിന്ന് നന്നാക്കി തരുമ്പോൾ അവർ ആ കറുത്ത സാധനം എടുത്ത് കളയാറില്ല. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് കളയും. ചിലവരുടെ വയറിന് അത് നല്ലതല്ല, അപ്പോൾ അതെടുത്ത് കളയുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് എന്താ പറയുക, ഈ കറിയുടെ മസാല കൂട്ടി വെച്ചിട്ടില്ല, അതിലോട്ട് ചെമ്മീൻ നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീന് വേവ് കൂടുതലുള്ള കാരണം കൊണ്ട് നമ്മൾ ഫ്ലെയിമിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ അതിലിടും. ഇനി അത് ഫുൾ ഫ്ലെയിമിൽ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെമ്മീൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മാറ്റിയിട്ട് ഉമ്മ ഫ്രൈക്കുള്ള മസാല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം മസാല തേച്ച് വെക്കുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രൈ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൂടുതൽ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേ ഇതിൽ മസാല ഒക്കെ പിടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയിലുള്ള മസാലയില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് കൂട്ടി ചോറ് തിന്നാൽ നമുക്ക് കംപ്ലീറ്റ് ചോറ് അതുകൊണ്ട് നമുക്ക് തിന്ന് തീർക്കാം എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ച് ഇനി അടുപ്പത്ത് വെച്ചിരിക്കുന്ന മീൻ കറി നോക്കാം. നമുക്കത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നായി തിളച്ച് വറ്റണം. അപ്പോൾ മീൻ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തിള ഒന്ന് വറ്റുന്ന ആകുമ്പോഴാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുക. ഇപ്പം നോക്കി നന്നായി തിളച്ചിട്ട് ആ ഒരു മസാല ഇതും നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ വെള്ളം, എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ഇതായിരുന്നു. അതിനത് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ ചില തക്കാളിക്ക് പുളിപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പുളിക്ക് വേണ്ടിയിട്ട് ഒരു കുടപ്പുളി ഇട്ടിട്ടുണ്ട് ഉമ്മ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു കൊണ്ട് അത് തിളയ്ക്കുന്ന സമയത്ത് ഒരു കുടപ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഇതാണ് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും ചെറുള്ളിയും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് പരിപ്പിന് വേണ്ടിയിട്ട് താളിക്കാനുള്ള ഉണക്കമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ താളിക്കാൻ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു.
വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം എന്താ പറയുക, ചെറുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ താളിക്കാനായിട്ട്. സവാളനേക്കാളും ബെസ്റ്റ് ചെറുള്ളിയാണ്. അപ്പം ചെറുള്ളി ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പില ഇടാം. അപ്പം നന്നായി ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴാണ് നമ്മളിത് താളിച്ചത് അങ്ങോട്ട് ഒഴിക്കുക. ഉമ്മി ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യാന്നറിയോ, അപ്പുറത്ത് കല്ലുരിക്കുന്നുണ്ടല്ലോ മീൻകറിയുടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ കയ്യിൽ വെച്ചിട്ട് ഇതിലോട്ടൊരു തരി അതിൽ വീഴുമല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്തിനാണെന്ന് പറഞ്ഞൂടെ, ഉമ്മ പണ്ടേ തൊട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ, കലത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇളക്കിയിട്ട് ആ കയ്യിലോണ്ട് തന്നെ ഇത്തിരി ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് അത് വീണ്ടും ഇളക്കും. അങ്ങനെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലയും. അങ്ങനെ ഇത് നമ്മൾ എന്താ പറയുക, മീൻകറിയിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മീൻകറി താളിച്ച് കിട്ടിയെന്ന് പറയാം. ഗാർണിഷ് ചെയ്തു. അങ്ങനെ മീൻകറി നമ്മൾ താളിച്ച കറിവേപ്പിലയും ഉള്ളിയും വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് നന്നായി. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയാം ചെമ്മീൻ കറിയുടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ വന്ന് ചോറ്, ഇത് ചെമ്മീൻ ഫ്രൈ, ഞാൻ പറഞ്ഞില്ലേ ഫ്രൈയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചെമ്മീൻ കറി എടുത്ത്. അങ്ങനെ ഈ രണ്ട് സാധനം മതി എനിക്ക് ഭക്ഷണം കഴിക്കാൻ. അല്ലാണ്ട് ഇവിടെ പരിപ്പ് ഒലത്തിയതും തക്കാളി ചമ്മന്തി അങ്ങനെ അച്ചാറ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു രണ്ട് സാധനം വെച്ചിട്ട് ഭക്ഷണം കഴിച്ചത്. എൻ്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് അഭിനയമാണെന്ന് തോന്നണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും. ഇത്രയുള്ള